നിങ്ങളുടെ ഈ പ്രവർത്തനം കൊടുക്കുന്ന ഈ ആശാ സമരം വിജയിക്കും എന്ന് ആ ചോദ്യം പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ സമരം നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫെബ്രുവരി 10-ന് 121 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമരം ആരംഭിച്ചപ്പോൾ നമ്മൾ ഡിമാൻഡ് നേടിയേ ഈ സമരം പിൻവലിക്കും എന്ന് പറഞ്ഞു. പിന്നെ സമരം നമ്മൾ കുറേയധികം കാര്യങ്ങൾ നേടി, സമരത്തിലൂടെ ഡിമാൻഡുകൾ നേടി. അതിനെല്ലാം അപ്പുറത്തായി ഈ സമരത്തിൻ്റെ വിജയം ഇപ്പം വിജയത്തിലെത്തി നിൽക്കുന്ന പറഞ്ഞാൽ ഈ തൊഴിൽ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും സമൂഹത്തിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് ഈ ഡിമാൻഡ് ആശാവർക്കർമാർക്ക് നേടിക്കൊടുക്കേണ്ടുന്നത് എന്നൊരു ബോധ്യം സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. സമൂഹത്തിൽ വലിയൊരു രാഷ്ട്രീയ ചിന്താഗതിയെ സൃഷ്ടിച്ചെടുക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു. നമ്മൾ പോകുന്ന നിങ്ങളിപ്പോൾ ഇന്നലെ പത്തനംതിട്ടയിൽ വന്നു. പത്തനംതിട്ടയിലാണ് നമ്മുടെ MLA വീണ ജോർജിൻ്റെ മണ്ഡലം. വീണ ജോർജ് പറയുന്നത് ഈ സമരത്തിന് പ്രസക്തിയില്ല, കാരണം ഏറ്റവും കൂടുതൽ ഓണറേറിയവും ഇൻസെൻറ്റീവും കൊടുക്കുന്ന കേരളത്തിലാണ്. അതുകൊണ്ട് ഇത് ശരിയായ ഒരു സമരമല്ലെന്നാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഇല്ല, ഇന്ന് കേരളം നമ്പർ 1 എന്നാണല്ലോ പറയുന്നത്. എല്ലാ കാര്യത്തിലും മറ്റ് സ്റ്റേറ്റിലും മുന്നിലാണ് കേരളം എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? അതൊന്ന്. പിന്നെ ആ പറഞ്ഞതിനകത്ത് അത് വസ്തുതാ വിരുദ്ധമാണല്ലോ. അതിനുശേഷമാണ് പോണ്ടിച്ചേരിയിൽ 18,000 രൂപയുടെ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ പാർലമെൻറ്റിൽ വെച്ച രേഖകളിൽ നിന്നും മറ്റ് പല സിക്കിം അടക്കമുള്ള സ്റ്റേറ്റുകളിൽ അതിൽ കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി തെളിയിച്ചാരാണ്. അതിനകത്ത് മറുപടി പറയേണ്ടുന്ന കാര്യമില്ല. മറിച്ച് എന്താണോ ആവശ്യകത അതാണല്ലോ ചെയ്യുന്നത്. കേരളം പോലെ ഇത്രയും ജീവിത ചെലവുകളുള്ള ഒരു സംസ്ഥാനത്ത് ഈ തുക മറ്റ് സ്റ്റേറ്റിൽ കിട്ടുന്ന തുകയുമായിട്ട് എന്തിനാണ് താരതമ്യം ചെയ്യുന്നത്? ഇവിടെ ജീവിക്കാനുള്ള തുക പണിയെടുക്കുന്നവർക്ക് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പറയുന്നത് ഒരു ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അങ്ങനെയല്ല വേണ്ടത്. അല്ല, അവർ പറയുന്നത് നിരവധി തവണ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, പക്ഷെ ആ ചർച്ചയിലൊന്നും നിങ്ങൾ സഹകരിച്ചില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുവാൻ തയ്യാറായില്ല എന്ന് പറയുന്നു. ചർച്ചയ്ക്ക് വിളിച്ചത് 3 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. ആദ്യത്തെ തവണ സമരം തുടങ്ങിയതിൻ്റെ 5ാമത്തെ ദിവസമാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് മിനിസ്റ്റർ 1.5 മണിക്കൂർ സംസാരിച്ചു. NHM-ലൂടെ ഈ സ്കീമിനെക്കുറിച്ച്, ആശാ സ്കീമിനെക്കുറിച്ചും പിന്നെ സർക്കാരിൻ്റെ മുന്നിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുമാണ് മിനിസ്റ്റർ സംസാരിച്ചത്. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ 18 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നീണ്ടു നിൽക്കുന്ന സമരത്തിലേക്ക് ഡിമാൻഡ് നേടിയെടുത്തിട്ട് തിരിച്ചു പോകുമോ എന്നുള്ള ഒരു തീരുമാനവുമായി വന്നിരിക്കുന്നത്. അത് ആ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മിനിസ്റ്റർ പറയുമ്പോൾ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ വെച്ച ഡിമാൻഡ് നേടിയെടുത്തല്ലേ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നീട് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് 38ാമത്തെ ദിവസമാണ്. 39ാമത്തെ ദിവസം ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങുന്നതിൻ്റെ തലേന്ന്. അന്നും മിനിസ്റ്റർ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞതിനപ്പുറത്തായി മിനിസ്റ്റർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മിനിസ്റ്റർ സമരം നിർത്തിവെച്ചിട്ട് പറയാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ സമരം നടക്കുമ്പോൾ ഈ സർക്കാർ പറയുന്നത് അവര് സ്ത്രീപക്ഷ നിൽക്കുന്ന സർക്കാരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട സർക്കാരാണ്. അതിനെക്കുറിച്ച് സ്ത്രീപക്ഷം എന്നവർ പറയാറുണ്ട്, സ്ത്രീ ശാക്തീകരണം എന്നും അവർ പറയാറുണ്ട്. പ്രത്യേകിച്ച് പൈസ കൊടുത്ത് ശാക്തീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സമരങ്ങളിലൂടെ കണ്ടല്ലോ എങ്ങനെയാണ് ഈ സമരത്തിലൂടെ എങ്ങനെയാണ് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമരമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഏതൊരു ശേഷിയും മനുഷ്യന് സൃഷ്ടിച്ചു കൊടുക്കുന്നത് സമരമാണ്. സമരം സൃഷ്ടിക്കുന്ന വലിയൊരു സമര സാഹോദര്യമുണ്ട്. അതുകൊണ്ടാണ് വയലാർ ഈ പുന്നപ്ര വയലാർ സമരത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് അന്ന് കയർ തൊഴിലാളികളുടെ സമരത്തെ സംസ്കാരത്തിന്റെ നാളങ്ങൾ എന്നാണ് അടയാളപ്പെടുത്തി വെച്ചത്. എന്ന് പറഞ്ഞാൽ സമരം സൃഷ്ടിക്കുന്ന ഒരു സമര സാഹോദര്യം. ഇപ്പോൾ ഞങ്ങൾ ഈ കടന്നു വന്നത് 12ാമത്തെ ജില്ലയാണ്. ഈ ജില്ലകളിൽ ഞങ്ങൾ പോയ ജില്ലകളിലെല്ലാം മനുഷ്യര് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും ഇപ്പം സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഈ സമരത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഉണ്ടായി വരുന്ന ഒരു സാഹോദര്യം ഏതെങ്കിലും ഒരു പാർട്ടിയല്ലല്ലോ. എല്ലാ ആളുകളും അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട്, സാമൂഹ്യ സാംസ്കാരിക നായകരുണ്ട്, മത നേതാക്കന്മാരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, സാധാരണ തൊഴിലാളികളുണ്ട്. എല്ലാം മറന്നിട്ട് മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മളെ വേർതിരിച്ചു നിർത്തിയിരുന്ന എല്ലാ വേലിക്കെട്ടുകളും ഇല്ലാതാകുകയാണ്. അപ്പോൾ ഒരു വളരെ ഉയർന്ന ഒരു സമര സാഹോദര്യം സൃഷ്ടിച്ചുകൊണ്ട്
പോകുമ്പം എല്ലാവരും ശാക്തീകരിക്കപ്പെടും. നമ്മുടെ എല്ലാവരെയും വിമലീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സമരം എന്ന് പറയുന്നത്. അവിടെ ജാതിമത ചിന്തകളില്ല, മറ്റു തരത്തിലുള്ള അസമത്വങ്ങളൊന്നുമില്ല, വലിപ്പച്ചെറുപ്പങ്ങളില്ല. അപ്പോ സ്ത്രീ ശക്തി അല്ലെ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ വാക്കാൽ പറഞ്ഞതുകൊണ്ടായില്ല, മറിച്ച് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. സ്ത്രീകൾ തെരുവിലിരുന്ന് സമരം ചെയ്യുമ്പോൾ 100ാമത്തെ ദിവസം സമരത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറഞ്ഞ് അതിനകത്ത് വൈകിക്കുന്നു. മാനവശാസ്ത്രന്മാർക്ക് ഒത്തിരിയേറെ പ്രശ്നമുണ്ട് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്. ആ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് അതിന്റെ കൂട്ടത്തിൽ ഈ വേതന വർധനവ് എന്നുള്ള വിഷയം കൂടി വരികയും ഇതെല്ലാം കൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി പ്രപ്പോസലാണ് അവർ വെച്ചത്. ഒരു കമ്മിറ്റി പഠനം നടത്തിയിട്ടല്ല 232 രൂപ വേതന വർധനവ് അത് വേണം എന്നാവശ്യപ്പെടുന്നത് പരിഹരിക്കാൻ. അതൊരു സർക്കാരിന്റെ ഡിസിഷനാണ്. വേതന വർധനവ് കൊടുക്കണോ വേണ്ടേ സർക്കാർ തീരുമാനിക്കാവുന്നതല്ലോ. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാൻ ഒരു കമ്മിറ്റി എന്ത് പഠനം നടത്താനാണ്? പഠിക്കാൻ എന്തിരിക്കുന്നു? ആശമാരോട് ചോദിച്ചാൽ മതിയല്ലോ എന്നാണ് ജീവിതം. 232 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വർക്കിന് വേണ്ടിയിട്ടുള്ള ചെലവിനകത്ത് തയ്യും. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയധികം വണ്ടി ബസ് ഫെയർ ഉള്ള ഒരു സംസ്ഥാനത്ത് ബാക്കി പെട്രോൾ ആണെങ്കിൽ ഇപ്പൊ വണ്ടിയുള്ളവരാണെങ്കിൽ പെട്രോൾ അടിക്കണം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഓട്ടോ പിടിച്ചോണ്ട് 232 രൂപ എന്തെങ്കിലും ആവശ്യത്തിന് തയ്ക്കും. അതിനകത്ത് എന്ത് പഠനമാണ് നടത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ കമ്മിറ്റി പ്രപ്പോസലിനോട് നമ്മൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ബാക്കി അവിടെ ചർച്ചയ്ക്ക് വന്ന യൂണിയനുകൾ അത് അംഗീകരിച്ചു. അപ്പൊ ഡിസ്കഷൻ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അവര് പഠിച്ചിട്ട് ഘട്ടം ഘട്ടമായി വേതനം വർദ്ധിപ്പിക്കാം എന്ന് പറയുന്നത് അത് വളരെ ജനാധിപത്യ വിരുദ്ധമാണ്. വേതനം വർദ്ധിപ്പിക്കുന്നതിന് പഠിക്കാൻ എന്തിരിക്കുന്നു? അപ്പൊ നമ്മൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു തുക ഇപ്പോൾ പ്രഖ്യാപിക്കും. അവരിങ്ങോട്ട് വെക്കേണ്ടെന്ന് പ്രപ്പോസല്ല, ഞങ്ങൾ അങ്ങോട്ട് വെച്ചു ഒരു തുക നിങ്ങൾ പ്രഖ്യാപിക്കും. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് ആശാപ്രവർത്തകരുടെ ഒരു നിലപാട് എന്തായിരിക്കും? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് പറയാനുള്ളത് ഈ സമരത്തിനെ ഇത്ര കാലവും അപമാനിച്ചുകൊണ്ടിരിക്കുന്നവർ വോട്ട് കൊടുക്കരുത് പറഞ്ഞാൽ